ഇപ്പോൾ മറ്റൊരു വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുണ്ടറയിൽ നിന്നാണ് വരുന്നത്. വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായി എന്ന വാർത്ത. ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാൻ പണമില്ല എന്നാണ് ആശുപത്രി ജീവനക്കാർ പറയുന്നതെന്നാണ് രോഗികളുടെ ബന്ധുക്കൾ പറയുന്നത്. അരുൺ രാജ് നമുക്കൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. അരുൺ, വിശദാംശങ്ങൾ. കുണ്ടറയിൽ ഡീസൽ വാങ്ങാൻ പണമില്ല എന്നാണോ? SKN അത് തന്നെയാണ്. 3 മന്ത്രിമാരുള്ള ജില്ലയാണ്. ആ മന്ത്രിമാരുള്ള ജില്ലയിലാണ് കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ധനകാര്യമന്ത്രിയുടെ ജില്ല കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കുണ്ട്രയിലാണ് ഇന്ന് ഈ പ്രസവത്തിനെത്തിച്ച 2 രോഗികളെ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ആശുപത്രി സൂപ്രണ്ടുമായി ഞാൻ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. സൂപ്രണ്ട് പറയുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ആശുപത്രിയിൽ വൈദ്യുതിയില്ല, അതുകൊണ്ട് വൈദ്യുതി തടസ്സം നേരിട്ടു. പകരം ജനറേറ്റർ സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. ആ ജനറേറ്റർ സംവിധാനവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, അതിന് ഡീസൽ ഇല്ല, മറ്റൊന്ന് ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ല എന്നതായിരുന്നു ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം. ഇപ്പോൾ ഈ രോഗിയുടെ ഈ ബന്ധു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ഞാൻ അവിടുത്തെ ആശാവർക്കറാണ്, ഈസ്റ്റ് കല്ലടയിലെ. എന്റെ മോളാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ 7 മണി തൊട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. ആശാവർക്കറാണ്. കാരണം എന്റെ ഐഡന്റിറ്റി കാർഡ് കയ്യിലിരിപ്പുണ്ട്. ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ ഇന്നലെ തൊട്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ 4 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു, 6 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു. അന്നേരം ഈ കറണ്ട് ഇല്ല എന്ന് പറയുന്ന സമയത്ത് 4 മണിക്കും 6 മണിക്കും ഈ പെയിനുള്ള മരുന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിപ്പോഴും ആ കുഞ്ഞിന് ആ പെയിൻ കയറിയപ്പം കാണാം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കറണ്ട് ഇല്ല. ഇന്നലെ കാഷ്വാലിറ്റിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി ഓപ്പൺ ആയതുകൊണ്ട് അവർക്ക് കറണ്ട് ഇല്ല, നിൽക്കാൻ പറ്റത്തില്ല. ജനറേറ്ററിന്റെ കാര്യം ഞങ്ങൾ സൂപ്രണ്ടിനോട് ചോദിച്ചു, ബാബു സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവിടെ ഡീസൽ ഇല്ല, ഞങ്ങൾക്ക് വാങ്ങിച്ച് ഒഴിക്കാൻ കാശില്ലെന്നാ പറഞ്ഞത്. ബ്ലോക്കിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബ്ലോക്കിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടില്ല, അതുമൂലം നമുക്ക് ഡീസൽ ഒഴിക്കാൻ പറ്റില്ലെന്ന പുള്ളിക്കാരൻ നമുക്ക് തരുന്ന മറുപടി. എന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. അല്ലല്ല, അമ്മയല്ല. പുള്ളിക്കാരി അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്ന്. അത് ഇന്നാണ് പറയുന്നത്. ഒരുമിച്ചാണ് അവിടെ ആംബുലൻസ് കയറ്റി ഇനിയും വരാനുണ്ട്. 2 ആംബുലൻസിലാട്ടാ വിട്ടത്. ഒരു അബോർഷൻ കേസ് ഉണ്ട്, ആ കൊച്ചിന്റെ അടുത്തും പറയുന്നു നില്ല് വെയിറ്റ് ചെയ്യുന്നു പറയുന്നു. ആ കൊച്ചു അവിടെ നിന്ന് കരയുന്നു ഒരു അബോർഷൻ കേസിന്. അതിന് ബ്ലഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതും പറയുന്നു. അത് അവിടെ നിന്ന് കരയുന്നത്, ഞങ്ങളിവിടെ അതും ഇല്ല. അവിടെ നമ്മൾ ഇവരോട് പറയുന്നത് പെട്ടെന്ന് നമുക്ക് രോഗിയെ വിട്ടതാ. കൊല്ലത്തേക്കുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഇവരാരും മറുപടി പറയുന്നില്ല. നമ്മളിപ്പം പോയി സൂപ്പറിനെ കണ്ടപ്പോൾ സൂപ്രണ്ട് കയറി വന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുക. നമ്മൾ എന്റെ വീഡിയോ ഉണ്ട് അവിടുന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ഇതൊക്കെന്നാ പറഞ്ഞത്, ഈ സിറ്റുവേഷൻ കേടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കേടാണെങ്കിൽ ഇവിടെ നേഴ്സുമാരെല്ലാം പറയുന്നത് ഡീസൽ ഇല്ലെന്നാ പറയുന്നത്. ഡീസലിൽ പറഞ്ഞു അത് ശരിയാ, അത് ബ്ലോക്കിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടില്ല, നമുക്ക് അതുകൊണ്ട് ഡീസൽ ഇല്ലെന്ന്. വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. കാരണം ഒരു താലൂക്ക് ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഒരു ഗർഭിണികൾക്കടക്കം ഇത്തരം ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത്. കാരണം ഈ മരുന്നടക്കം, അത് പെയിൻ വരാനുള്ള മരുന്നടക്കം നൽകിയ ശേഷം അവിടെ ഇത് ചികിത്സിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രോഗികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം. അത് കേരളത്തിൽ പോലൊരു സംസ്ഥാനത്ത് അത് ഉണ്ടായത് ഏതവസ്ഥയിലാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ജനറേറ്റർ എല്ലാ താലൂക്ക് ആശുപത്രിയിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അടക്കം ഇത്തരം പകരം സംവിധാനം ഒരുക്കണം എന്ന നിർദ്ദേശമടക്കം ഉള്ളതാണ്. പക്ഷേ ഒരു താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം പകരം സംവിധാനം ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഇനി ഹോസ്പിറ്റൽ മാനേജ്മെന്റാണ് വ്യക്തമായ ഉത്തരം നൽകേണ്ടി വരേണ്ടത്. മറ്റൊന്ന്, ഈ ജനറേറ്ററിൽ ഒഴിക്കാൻ ഡീസൽ ഇല്ല എന്നുള്ളതാണ് രോഗികളോട് ഹോസ്പിറ്റൽ സൂപ്രണ്ട് പറഞ്ഞ വാദങ്ങളിൽ ഏറ്റവും പ്രധാനം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന കാര്യത്തിലും അടിയന്തരമായ പരിശോധന ഉണ്ടായേ മതിയാവും. എന്തായാലും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ 2 ഗർഭിണികളെ ഇതിനിടയ്ക്ക് ഒരു പാർവതി പ്രിന്റേഴ്സ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഇനി പ്രസവത്തിന് വരുന്നവർ നിർബന്ധമായി 5 ലിറ്റർ ഡീസലൂടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് പരിഹാസം. തീർച്ചയായും സ്കാൻ അത് ആൾക്കാർക്ക് സ്വാഭാവികം ഉണ്ടാകും. കാരണം ഈ ജനറേറ്റർ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഈ രോഗികളും ബന്ധുക്കളും അടക്കം ചോദിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ജനറേറ്ററിന്റെ ഡീസൽ വാങ്ങാൻ പണമില്ല, മറ്റൊന്ന് ഈ ജനറേറ്ററും തകരാറിലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ഇതുവരെ പരിഹരിക്കാതിരുന്നതെന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റിന് കൂടുതൽ വിശദീകരിക്കാനില്ല. സംഭവിച്ചത് ഇത് മാത്രമാണ്. ഈ രോഗികൾ പറയുന്നത് അതേപടി തന്നെ ആശുപത്രി മാനേജ്മെന്റും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സമയം മുമ്പാണ് ഈ കുണ്ട്രയിൽ നിന്ന് 2 രോഗികളെ ഈ ഗർഭിണികളെ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.